നമസ്കാരം. മൂലയിൽ കിടന്ന മഴുവെടുത്ത് കാലിലിട്ടതുപോലെയായി കേന്ദ്ര സർക്കാർ. ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ടെത്തിയതുമില്ല എന്ന നിലയിൽ വെച്ച കാൽ പിറകോട്ട് വലിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് അവർ. 2023 കരട് ബ്രോഡ്കാസ്റ്റിംഗ് ബില്ല് താൽക്കാലികമായി നിർത്തിവെച്ചതായി വിവര പ്രക്ഷേപണ ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് വെറുതെയല്ല. തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് കേന്ദ്രത്തിന്റെ പിന്മാറ്റത്തെക്കുറിച്ച് മന്ത്രി പ്രസ്താവന നൽകിയത്. വിപുലമായ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ ബില്ല് നടപ്പാക്കുകയുള്ളൂ എന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. വളരെ തുറന്ന മനസ്സുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ രാജ്യത്തിനായി എന്തു ചെയ്താലും അതിനെക്കുറിച്ച് വിപുലമായ ആലോചനകൾ നടത്തിയും അതിന്റെ എല്ലാ വീക്ഷണങ്ങളെക്കുറിച്ചും പഠിക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ ഒരു നിയമം നിലവിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയുള്ളൂ എന്നൊക്കെ മയത്തിൽ പറഞ്ഞിരിക്കുകയാണ് അശ്വിനി വൈഷ്ണവ്. ഒരു ചർച്ച പോലും അനുവദിക്കാതെ പല സുപ്രധാന ബില്ലുകളും ശബ്ദ വോട്ടിനിട്ട് പാസാക്കിയവരിൽ നിന്നാണ് ഈ പതിഞ്ഞ ശബ്ദം പുറപ്പെടുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രോഡ്കാസ്റ്റിംഗ് ബില്ലിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് കേന്ദ്രം പ്രതിരോധത്തിലായത്. ബിൽ ഓൺലൈനിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നുവെന്ന് നിരവധി പത്രസ്ഥാപനങ്ങളും സിവിൽ സൊസൈറ്റി സംഘടനകളും വിമർശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ആഗസ്റ്റ് 12 ബ്രോഡ്കാസ്റ്റ് ബില്ലിന്റെ ഏറ്റവും പുതിയ കരട് കേന്ദ്ര സർക്കാർ പിൻവലിച്ചത്. ജൂലൈ 24, ജൂലൈ 25 തീയതികളിൽ വിതരണം ചെയ്ത ബില്ലിന്റെ കോപ്പികൾ തിരികെ നൽകാൻ സർക്കാർ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. സർക്കാർ നടത്തുന്ന കൂടിയാലോചനകളിൽ ഇത്തരമൊരു നിയമത്തിന്റെ ആവശ്യകതയില്ലെന്ന നിഗമനത്തിലെത്തിയാൽ പുതിയ ബില്ലിന് രൂപം നൽകില്ലെന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന പ്രസ് ബോഡികളുടെയും സിവിൽ സൊസൈറ്റി സംഘടനകളുടെയും ആരോപണങ്ങൾ കാരണമാണ് കേന്ദ്രം കരട് നിയമനിർമ്മാണം പിൻവലിച്ചതെന്നാണ് പറയപ്പെടുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾക്ക് മൂക്കുകയറിടാൻ ശ്രമിച്ചവർക്കെതിരെ വമ്പിച്ച പ്രക്ഷോഭം നേരിട്ട് നാടുവിടേണ്ടി വന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ അനുഭവവും ഈ പിന്മാറ്റത്തിന് പിന്നിലുണ്ടെന്ന ആരോപണമുണ്ട്. 1995 കേബിൾ ടെലിവിഷൻ ശൃംഖലാ നിയന്ത്രണ നിയമത്തിന് പകരമായാണ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് നിയന്ത്രണ ബില്ലിന്റെ കരട് പുറത്തിറക്കിയത്. ടെലിവിഷൻ മാത്രം ഉൾപ്പെട്ടിരുന്ന പഴയ നിയമത്തിൽ OTT അടക്കമുള്ളവയെ ഉൾപ്പെടുത്തുന്നതാണ് പുതിയ ബില്ലെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന സൂചന. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് പുറമെ വിവിധ കണ്ടന്റ് ക്രിയേറ്റർമാർ, ഓൺലൈൻ പോർട്ടലുകൾ, വെബ്സൈറ്റുകൾ എന്നിവരെ കൂടി ബില്ലിന്റെ പരിധിയിൽപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്യുകയായിരുന്നു. ഇതോടെ നിയമവിദഗ്ധരടക്കമുള്ളവർ വിയോജിച്ച് രംഗത്തെത്തി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണിതെന്നായിരുന്നു പ്രധാന വിമർശനം. സർക്കാരിനെതിരെ നിരന്തരം വാർത്തകൾ ചെയ്യുന്ന ചാനലുകളെയും ധ്രുവ് റാട്ടിയെയും രവീഷ് കുമാറിനെയും ബർക്ക ദത്തയെയും പോലുള്ള യൂട്യൂബ് ചാനലുകളെയും നിയന്ത്രിക്കണം എന്ന ഉദ്ദേശ്യവും ബില്ലിന് പിന്നിലുണ്ടായിരുന്നു. പൊതു താൽപര്യമോ ദേശീയ സുരക്ഷാ കാരണങ്ങളോ ചൂണ്ടിക്കാട്ടി ഒരു പ്രോഗ്രാമിന്റെ സംപ്രേഷണം അല്ലെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്ററിന്റെയോ പ്രക്ഷേപണ ശൃംഖലയുടെയോ പ്രവർത്തനം നിരോധിക്കാനുള്ള അധികാരം കേന്ദ്രത്തിന് ഈ ബില്ല് നൽകുന്നുണ്ട്. രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കാൻ അത് ധാരാളം മതിയാവും. കർഷകർക്ക് പാസാക്കിയ ബില്ലുകൾ കൊട്ടയിലിടിയിക്കാൻ 1 വർഷം സമരം ചെയ്യേണ്ടി വന്ന പശ്ചാത്തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് കൊലക്കയർ സമ്മാനിക്കുന്ന ബില്ല് ചാപിള്ളയായി മാറിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുണകരം തന്നെ.